بسم الله الرحمن الرحيم والعلم أفضل من أقل ولو سببا له كتفضيل الشهد النهل لا نهلي ومن له العلم ذو أقل وذو عقل ذو الجهل إذ لا له علم سوى العقل. والعلم വിജ്ഞാനമാകുന്നത് അഫ്ളലു കൂടുതൽ ശ്രേഷ്ഠകരമാണ്, മിൻ അഖിലിൻ ബുദ്ധിയേക്കാൾ, വലൗ സബബൻ അത് ബുദ്ധി കാരണമാണെങ്കിലും ശരി. എന്ത് ആ ഇൽമ് ആ ബുദ്ധി കാരണമാണെങ്കിലും ശരിയെന്ന്. ലഹു എന്തിന് ആ വിജ്ഞാനം കരസ്ഥമാക്കലിന്, മനസ്സിലായില്ലേ? ആ വിജ്ഞാനം കരസ്ഥമാക്കലിന് ആ ബുദ്ധി വേണമല്ലോ. അപ്പം ആ ബുദ്ധി കാരണമാണെങ്കിലും ശരിയെന്ന്. ഇൽമിനാണെന്ത് ശ്രേഷ്ഠത. ഏതുപോലെ കത്തഫ്ളീലി ശുഹുദിൻ നഹ്ലി, കത്തഫ്ളീലി ശുഹുദിൻ നഹ്ലി, അതായത് തേനീച്ചയിൽ നിന്നുണ്ടാകുന്ന തേനിൻ്റെ ശ്രേഷ്ഠത പോലെ. മനസ്സിലായ? ലാ നഹ്ലി എന്തിനല്ല? തേനീച്ചക്കല്ല, തേനീച്ചക്കല്ല ശ്രേഷ്ഠത എന്ന്. മനസ്സിലായില്ലേ? എന്നതുപോലെ. അതെ. അപ്പോൾ വിജ്ഞാനത്തിന്, അറിവിനാണെന്ത് ശ്രേഷ്ഠത എന്നാണ് ആ പറയണത്. അതിനൊരു ഉദാഹരണം പറയാം. വമൻ ലഹു, വമൻ ഒരുത്തനാകുന്നത്, ലഹു ആ ഒരുത്തനുണ്ട്, അൽ ഇൽമു എന്തുണ്ട്? വിജ്ഞാനമുണ്ട്, ദു അഖിലിൻ ബുദ്ധിയുടയവനാണ്, വദു അഖിലിൻ ഈ ബുദ്ധി ഉടയവനാകുന്നത്, ദുൽ ജഹ്ലി അജ്ഞത ഉടയവനാണ്, ഇത് ലാ ലഹു അവനില്ലാത്ത അവസരം. മനസ്സിലാണ്ട? എന്ത്? ഈ വിജ്ഞാനം അവനക്കില്ലാത്ത അവസരം അവനെന്താണ്? അജ്ഞത ഉടയവനാണെന്ന്. കാരണം ബുദ്ധി മാത്രം ഉണ്ടായിട്ടുള്ള വിഷയമാണ് പറയുന്നത്. അപ്പം ഇത് ലാ ലഹു അവനില്ലാത്ത അവസരം, ഇൽമുൻ വിജ്ഞാനം, സിവൽ അഖ്ലി ബുദ്ധി ഒഴികെ. അപ്പോൾ അവർക്ക് ബുദ്ധിയുണ്ട്, വിജ്ഞാനം ഇല്ല. മനസ്സിലാവണ്ട? അപ്പം അതിൽ ഇതില്ല. മനസ്സിലായില്ലേ? അതായത് ബുദ്ധി ബൈത്ത് സൂചിപ്പിക്കുക വെച്ചാൽ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ എന്ത് വിജ്ഞാനം കരസ്ഥമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിലും ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠത എന്തിനാണ്? ഇൽമിന് തന്നെയാണ്. ഇതുപോലെ തേനുണ്ടാകുന്നത് തേനീച്ചയെ കൊണ്ടാണെങ്കിലും തേനീച്ചയേക്കാൾ ശ്രേഷ്ഠത തേനിനല്ലേ? അതുപോലെ വിജ്ഞാനമുള്ളവന്, ഈ ഇൽമുള്ളവന് ബുദ്ധിയുണ്ടെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ബുദ്ധി മാത്രമുള്ളവന് അജ്ഞത ഉടയവനാണ്. തേനുള്ള, അതായത് തേനുള്ള തേനറയിൽ തേനീച്ചയുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാൽ തേനില്ലാത്ത തേനറ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അറിവ് എന്താണ്? ഇല്ലാത്ത, വലിയ തലമുണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ അവനൊന്നും പഠിച്ചിട്ടില്ല. എല്ലാത്തിനും ഗ്രഹിക്കാനും അവർക്ക് ഹിഫ്ദിനൊക്കത്തിനുള്ള കൂവത്തും പറക്കണൊക്കെ ഉണ്ട്, ഒക്കെ ശരി. പക്ഷെ അവന് ബുദ്ധി, അറിവില്ല എന്നുണ്ടെങ്കിൽ അജ്ഞത ഉടയവനാണ്.
അപ്പോൾ വിജ്ഞാനം കരസ്ഥമാകാൻ ബുദ്ധി കാരണമാണെങ്കിലും ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠത വിജ്ഞാനത്തിന് തന്നെയാണ്, ഇൽമിന് തന്നെയാണ്. തേന് ഉണ്ടാകാൻ കാരണം തേനീച്ചയാണെങ്കിൽ പോലും തേനീച്ചയേക്കാൾ ശ്രേഷ്ഠത തേനിൻ ആണ് എന്നതുപോലെ. ഇതാണ് ഈ ബൈത്തിൻ്റെ ഒരു ആകെ തുക. അല്ലാഹു തആല നല്ല രീതിയിൽ ഒരുപാട് ഇൽമ് പഠിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് അല്ലാഹു തആല ഹൃദയം പ്രകാശിപ്പിക്കാനും ഒക്കെ വലിയ തൗഫീക്ക് കൊടുത്തവരിൽ ഉൾപ്പെടുത്തി പാവപ്പെട്ട നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ റിളയിലായി, പ്രീതിയിലായി, പൊരുത്തത്തിലായി, തൃപ്തിയിലായി അള്ളാഹുവിൻ്റെയും അവൻ്റെ സ്വാലിഹീങ്ങളായ വലിയ മഹാരഥന്മാരുടെയൊക്കെ നോട്ടത്തിലും അവരുടെ തർബീയത്തിലും ഒക്കെയായി അല്ലാഹു തആല ജീവിക്കുന്ന ശിഷ്ടകാലം അത്രയും നമ്മളെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ശാശ്വതമായൊരു പരലോക ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി അല്ലാഹു തആല മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു തആല പരലോകത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന പരലോകത്തിൻ്റെ ആദ്യ വീടായ ഖബറിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഖബർ ജീവിതത്തിൽ അല്ലാഹു തആല വെളിച്ചവും നല്ല സ്വർഗീയ സുഗന്ധവും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെയും നമ്മൾ ഓതുന്ന പഠിക്കുന്ന മഹാന്മാരുടെയൊക്കെ നോട്ടവും ഒക്കെ നൽകി ആ ഖബറിൽ നമ്മൾ ഓതുന്ന തബാറക സൂറത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ആ മണ്ണറയിൽ മണിയറയിൽ ഉറങ്ങുന്ന മണവാളനെ പോലെ ഉറങ്ങാൻ അള്ളാഹു വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദുമാർ, മശായിഖമാർ ഒക്കെ എല്ലാവരുടെയും ഹളറത്തിലേക്ക് നമ്മൾ ഓതുന്നതിൻ്റെയും ഒക്കെ നമ്മൾ ഓതി പഠിക്കുന്നതിൻ്റെ ഒക്കെ ഒരു സവാബ് അവരിലേക്ക് എത്തിച്ച് അവരുടെയൊക്കെ ഖബർ ജീവിതം സുഖവും സന്തോഷവും നൽകി അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.